ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വ്ളോഗായിട്ടാണ്. എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ലൈക്കും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കല്ലേ. ഞാനിതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓട്ടാടയും കറി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലാകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണമെങ്കിൽ ടൈം പിടിക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ടൈം പിടിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കണം. അങ്ങനെ ഞാൻ ഇൻഡോർ പ്ലാന്റ് ഒന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ചെടികളൊക്കെ ഒന്ന് മാറ്റി പുതിയ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ചിക്കൻ കറിയും തേങ്ങാച്ചോറുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഫ്രൈഡേ ആണല്ലോ, അപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി മുറിക്കുകയാണ്, കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കറി എന്നാൽ സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഉലുവ, വെള്ളജീരകം, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മൾ കുക്കറിലൊന്ന് വിസിലടുപ്പിക്കുക. അതായത് കുക്കറിലൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. പിന്നെ നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 2 വിസിലടുപ്പിക്കുക. പിന്നെ ഇതാ തേങ്ങാച്ചോറിന് വേണ്ടിയിട്ട് ഉമ്മതാ ഉള്ളിയും അരിയും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ കറി ഒരു വേറെ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലൻ്റെ പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതുകൂടി ഒന്ന് ഇട്ടെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് വേണം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി കേട്ടോ. പിന്നെ ഇതാ എനിക്ക് കൊറിയറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ ഞാൻ ടോപ്പ് ഓർഡർ ആക്കിയത്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. പിന്നെ അത് കാക്കാൻ്റെ മോൾ അപ്പോൾ അടിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഇമ്മാൻ്റെ തേങ്ങാച്ചോറിൽ തേങ്ങ കെട്ടെടുത്ത് ചോറത അവിടെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ കറി ഒന്ന് ആയി വരുന്നപ്പോൾ ഞാൻ അതിലേക്ക് മല്ലിച്ചപ്പൊന്ന് ഇട്ടെടുത്തതിന് ശേഷം തീ ഓഫാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പപ്പടം കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ അതാ തേങ്ങാച്ചോറും പപ്പടും അച്ചാറും നല്ല ചിക്കൻ കറിയും എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ.